നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് കിട്ടുന്ന നമ്മുടെ മാലിന്യമെല്ലാം സംസ്കരിച്ച് നല്ല ജൈവമാക്കി എടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. ബയോഗ്യാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോഗ്യാസിൻ്റെ അടപ്പും ഉള്ള സ്റ്റാൻഡും ആയിട്ടുള്ള ഈ ഒരു സംവിധാനം നമ്മൾ താഴത്തേക്ക് ആദ്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ട്രേ വരും. ഈ ട്രേ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇടുന്ന വേസ്റ്റിൻ്റെ ജലാംശം വലിച്ചെടുക്കുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് വരുന്ന ജലാംശം നമുക്ക് ഒരു ബക്കറ്റിലേക്കോ മറ്റും മാറ്റിയിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കാൻ പറ്റും, ചെടികളിലേക്കും മറ്റും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മളൊരു ബക്കറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റാൻഡ് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. മുകളിലായിട്ട് ഈ ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചെറിയ വട്ടമുള്ള റിങ്ങാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, മൂന്നാമത്തും വെച്ച് അതിൻ്റെ അടപ്പിനുള്ള ഒരു വലിയ വട്ടമുള്ള റിങ് വരുന്നുണ്ട്. അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനുള്ളിൽ കാണാൻ പറ്റും. നമുക്ക് ചെറിയൊരു കള്ളിയൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്ററൊക്കെ കള്ളി വരും. അപ്പോൾ ആ ഒരു കണത്തിലേക്ക് നമുക്ക് ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഒരു അളവിലേക്ക് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന വേസ്റ്റുകൾ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ഇറച്ചി മീനുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്താക്കുക, അതിനനുസരിച്ചുള്ള ഇനോക്കുലം നമ്മൾ വിതറി കൊടുക്കണം. ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു കമ്പ് മറ്റെടുത്ത് ഇറക്കി കൊടുക്കേണ്ടതാണ്. കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ജലാംശം കൂടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനോക്കുലം ഇട്ട് ക്രമീകരിക്കുക. പിന്നെ നമ്മുടെ ഭക്ഷണ വേസ്റ്റ് ഇടുമ്പം നമ്മൾ അതിൻ്റെ ഒരു കനത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇനോക്കുലം ചെറിയൊരു കനത്തിലൊക്കെ വിതറി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.